പ്രതിരോധ മേഖല, കര, സമുദ്രം, വ്യോമം എന്നീ 3 മേഖലകളിലും ശത്രു സൈന്യത്തെ നേരിടാൻ സജ്ജമാണ്. ഇതിനോടകം തന്നെ നിരവധി അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാണ്. ഈ നിരയിലേക്ക് ഏറ്റവും പുതിയത് ശക്തമായ ഒരു ആയുധമാണ് K6 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ. ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ്. നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഈ മിസൈൽ വികസിപ്പിക്കുന്നത്. പുതിയ എയർക്രാഫ്റ്റ് കാരിയർ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവയോടൊപ്പം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത K6 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നവയാണ്. ഇത് ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷിക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ബ്രഹ്മോസ് മിസൈലിനേക്കാൾ വേഗതയും കൃത്യതയും ഉണ്ട് K6 മിസൈലുകൾക്ക്. ഇവ മണിക്കൂറിൽ ഏകദേശം 9200 കിലോമീറ്ററിലധികം വേഗതയിൽ, അതായത് 7.5 മാക്ക് വേഗതയിൽ ആണവായുധങ്ങളും സാധാരണ ആയുധങ്ങളും തൊടുക്കാൻ ശേഷിയുള്ളതാണ്. അതിവേഗ ശത്രുക്കളെ നിമിഷനേരം കൊണ്ട് ആക്രമിച്ച് തകർക്കാൻ ഇന്ത്യൻ നാവികസേനയെ പ്രാപ്തമാക്കും. K6 മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് അതിന്റെ ദൂരപരിധി. 8000 കിലോമീറ്റർ ആണ് ഇതിന്റെ പരമാവധി പരിധി. ഇത് ശത്രുക്കളുടെ ഏറ്റവും ആഴത്തിലുള്ള ഒളിത്താവളങ്ങളിൽ പോലും കടന്നു ചെല്ലാൻ K6നെ സഹായിക്കും. ഇതിനു മുൻപും ഇന്ത്യ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. K4, K5 എന്നിവയാണ് ഇതിന് ഉദാഹരണങ്ങൾ. കരയിൽ ഉപയോഗിക്കാവുന്ന അഗ്നി 5 ഭൂഖണ്ഡാന്തര മിസൈലിന് സമാനമായി K6 മിസൈലുകൾ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാകും. DRDOയുടെ ഹൈദരാബാദിലുള്ള അഡ്വാൻസ്ഡ് നേവൽ റിസർച്ച് സിസ്റ്റം ലബോറട്ടറിയിലാണ് K6 മിസൈലിന്റെ വികസനം നടക്കുന്നത്. ഇന്ത്യ വികസിപ്പിക്കുന്ന S5 ആണവ അന്തർവാഹിനികളിൽ ഉപയോഗിക്കാൻ പാകത്തിനാണ് ഇവ രൂപകൽപ്പന ചെയ്യുന്നത്. നിലവിലുള്ള അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികളെക്കാൾ വലുതും ശക്തവുമാണ് S5 ക്ലാസ്. അതിനാൽ അവയിൽ ഉപയോഗിക്കുന്ന K6 മിസൈലുകൾ ശക്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തില്ല. S5 അന്തർവാഹിനിക്ക് ഒരേ സമയം നിരവധി മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയും. K6 മിസൈലിൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡാലിറ്റി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന സംവിധാനമുണ്ട്. ഇതിനർത്ഥം ഒരേ സമയം പല ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ K6ന് കഴിയും. ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കും. ഇത്തരം കരുത്തുറ്റ മിസൈൽ വികസിപ്പിച്ചെടുത്തതിലൂടെ അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, UK തുടങ്ങിയ വൻകിട രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു അപൂർവ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടിയിരിക്കുകയാണ്. ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സൈനിക ശക്തിയെയും സാങ്കേതിക മികവിനെയും എടുത്തു കാണിക്കുന്നു. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് സൈനിക വെല്ലുവിളികളെയും മികവോടെ നേരിടാൻ K6 മിസൈൽ ഇന്ത്യയെ പ്രാപ്തമാക്കും. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു നിർണായക ആയുധമാണ് K6 അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ. DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിസൈലിന് 8000 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടാകുമെന്ന് ബ്രഹ്മോസ് പദ്ധതിയിലെ മുൻ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് പാകിസ്ഥാന്റെ മുഴുവൻ പ്രദേശങ്ങളും K6ന്റെ പരിധിയിലാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. K6 പ്രവർത്തനക്ഷമമാകുന്നതോടെ കരയിലും കടലിലും ഉപയോഗിക്കാവുന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു മാരകമായ സംയോജനം ഇന്ത്യയിലേക്ക് സ്വന്തമാകും. നിലവിൽ അഗ്നി 5 ICBM കരയിൽ നിന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു പ്രധാന ആയുധമാണ്. എന്നാൽ K6ന് സമുദ്രത്തിനടിയിൽ നിന്ന് ആക്രമണം നടത്താൻ കഴിയുന്നത് ഇന്ത്യക്ക് ഒരു വലിയ തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നു. ഇത് ഇന്ത്യക്ക് ശക്തമായ ഒരു 2 മുന്നണി മിസൈൽ ശക്തി സമ്മാനിക്കുന്നു. അതായത് കരയിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് പുറമെ ശത്രുവിനെ കണ്ടെത്താൻ കഴിയാത്ത വിധം സമുദ്രത്തിനടിയിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കാൻ ഇന്ത്യക്ക് കഴിയും. ഹൈദരാബാദിലെ DRDO അഡ്വാൻസ്ഡ് നേവൽ സിസ്റ്റംസ് ലബോറട്ടറിയാണ് K6 മിസൈലിന്റെ വികസനത്തിന് നേതൃത്വം നൽകുന്നത്. S5 ക്ലാസ് ആണവ അന്തർവാഹിനികൾക്കായി ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നിലവിലുള്ള അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികളെക്കാൾ കൂടുതൽ വികസിതവും ശക്തവുമാണ് S5 ക്ലാസ്. ഏകദേശം 12 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള S5 അന്തർവാഹിനിക്ക് 2 മുതൽ 3 ടൺ വരെ ഭാരമുള്ള വാർഹെഡുകൾ വഹിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് K6 മിസൈലിന്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കും. പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ ഉപയോഗിച്ച ഒട്ടുമിക്ക സാങ്കേതിക വിദ്യകളും DRDOയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് വികസിപ്പിച്ചെടുത്തതായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിനിടയിൽ പാകിസ്ഥാന്റെ ആണവ പ്രതിരോധത്തെ ഇന്ത്യ വെല്ലുവിളിച്ചിരുന്നു. ആണവ മിസൈലുകളുടെയും പരമ്പരാഗത വാർ ഹെഡുകളെയും ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ടെന്ന ആത്മവിശ്വാസമാണ് ഈ വെല്ലുവിളിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ഇത് ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കരുത്ത് വിളിച്ചോതുന്നു. DRDO മേധാവി ഡോക്ടർ സമീർ V കാമത്ത് പറയുന്നതായി വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ആയുധ ശേഖരങ്ങളിൽ എത്താൻ പോകുന്ന നിരവധി തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. കരയിലും കടലിലും ആകാശത്തും ഇന്ത്യയുടെ ആക്രമണ പ്രത്യാക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആയുധ പദ്ധതികളാണ് DRDO പണിപ്പുരയിലുള്ളത്. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായി വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈൽ നിലവിൽ കര, നാവിക, വ്യോമസേനകൾ ഉപയോഗിക്കുന്നുണ്ട്.
യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ബ്രഹ്മോസ് മിസൈൽ വരെ ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. റഷ്യൻ നിർമ്മിത Su-30 MKI യുദ്ധവിമാനങ്ങൾക്ക് മാത്രമേ നിലവിൽ ബ്രഹ്മോസിനെ വഹിക്കാനുള്ള ശേഷിയുള്ളൂ. എന്നാൽ ഭാരം കുറഞ്ഞതും ചെറുതുമായ ബ്രഹ്മോസ് NG മറ്റ് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളിലും ഉപയോഗിക്കാനാകുന്ന തരത്തിലാണ് DRDO വികസിപ്പിക്കുന്നത്.